ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്നൊരു ചൂല് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് തെങ്ങിൻ്റെ പച്ചപ്പട്ടയാണ്. ഇതിൽ നിന്നും കേടില്ലാത്തതും നീളമുള്ളതുമായ നല്ല ഓല നമ്മൾ വെട്ടിയെടുക്കണം. വെട്ടിയെടുത്ത ഓല നമുക്ക് കെട്ടുകളായിട്ട് വയ്ക്കാം. കെട്ടുകളാക്കി വെച്ചിരിക്കുന്ന ഓലയിൽ നിന്നും ഒരു പിടി എടുത്ത് ഇതുപോലെ കോർത്ത് ഓലയിൽ നിന്നും ഈർക്കിളി വേർപെടുത്തിയെടുക്കണം. വേർപെടുത്തിയെടുത്ത ഈർക്കിളിയിൽ ബാക്കിയിരിക്കുന്ന ഓല നല്ലപോലെ ചീമ്പിക്കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. ഇങ്ങനെ എല്ലാ ഈർക്കിളിയും വേർപെടുത്തിയെടുത്ത ശേഷം നമുക്ക് അത് 2 ദിവസം വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. ഇങ്ങനെ ഉണക്കിയെടുത്ത ഈർക്കിളി നമുക്ക് ചൂലുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അതിനായിട്ട് വാഴയുടെ നാരോ അല്ലെങ്കിൽ സുത്തലിയോ ഉപയോഗിക്കാം. ഞാനിവിടെ സുത്തലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സുത്തലി കെട്ടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് കെട്ട് എവിടെയാണോ വരേണ്ടത് അതിൻ്റെ 1.5 ഇഞ്ചെങ്കിലും മുകളിൽ വെച്ച് വേണം സുത്തലി കെട്ടാനായിട്ട്. എന്നാലാണ് നമുക്ക് ചൂല് ടൈറ്റ് ചെയ്യുമ്പോൾ നല്ലപോലെ ടൈറ്റായിട്ടിരിക്കുകയുള്ളൂ. ചൂല് കെട്ടിയതിന് ശേഷം നിവർത്തി പിടിച്ചിട്ട് ഈ കാണുന്ന പോലെ ഈർക്കിളി ചരിച്ച് കുത്തി കെട്ടിൽ ഈർക്കിളി ടൈറ്റാക്കണം. എന്നാൽ മാത്രമേ മുറുകിയിരിക്കുകയുള്ളൂ. ഇങ്ങനെ മുറുക്കിയെടുത്ത ചൂലിൽ നിന്നും ഒരിക്കലും ഈർക്കിളി വിട്ടുപോരുകയില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.